അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാല് കെട്ടിമറിഞ്ഞ് ദ്വാരക്കുന്നവരെയാണ്. ദ്വായിൽ ഇങ്ങനെ അതിലെന്നെ വ്യാപൃതരായ. ഇന്നലെ ചോദിച്ചത് തന്നെയാണ് ഇന്ന് ചോദിക്കണത്, ഇന്ന് രാത്രി അതെന്നെ ചോദിക്കണത്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ദ്വാരക്കുന്ന മനുഷ്യന്മാരോട് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് പാപിയെയും അള്ളാഹു സ്വീകരിക്കും എന്ന അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ്? ഇബ്ലീസിനെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇബ്ലീസ് ചൊല്ലിക്കോളി, നല്ലോ ചൊല്ലിക്കോളി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ ദുആ അള്ളാഹ് സ്വീകരിച്ചിങ്ങണല്ലോ. ഇബ്ലീസിന്റെ ദുആ അള്ളാഹ് സ്വീകരിച്ചു. ഇബ്ലീസിനോട് പടച്ചോൻ പറഞ്ഞു, ഇറങ്ങി പോണ അവിടുന്ന്. പറഞ്ഞു, എവിടുന്ന്? സ്വർഗത്ത് നിന്ന് ആട്ടി വിട്ടതല്ലേ. ആട്ടി വിടുമ്പോ അല്ലാഹു തആല പറഞ്ഞു, എന്റെ ലഅനത്ത് നിനക്ക് മേലിൽ നിലനിൽക്കട്ടോ, എന്റെ ശാപം ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ എറിഞ്ഞില്ലേ ഇബ്ലീസിനെ? ശാപം നിലനിൽക്കട്ടോ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞാൽ അതൊക്കെ ശരി, എനിക്ക് എന്നോട് ഒരു കാര്യമുണ്ട് പഠിച്ചോനെ. പഠിച്ചോനോട് ചോദിക്കാം. ഇബ്ലീസ് ദ്വാരുന്നത് തന്നെ എങ്ങനെ? റബ്ബി അൻളിർനി, പഠിച്ചോനെ എനിക്ക് ആയുസ് ഒന്ന് നീട്ടിത്തരണം, എനിക്കൊന്ന് ആയുസ് നീട്ടിത്തരണം. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ. ഇബ്ലീസിന്റെ ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം അള്ളാഹ് സ്വീകരിച്ചിട്ടോ. എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഏതുവരെ? ഖിയാമത്ത് നാളൊക്കെ കഴിഞ്ഞ് പുനർജന്മത്തിന്റെ അന്ന് വരെ എനിക്ക് ആയുസ് നീട്ടിത്തരണം. അങ്ങനെ ഓൻ ചോദിക്കാൻ തന്നെ കാരണം എന്താണ്? അന്ന് വരെ ആയുസ് കിട്ടിയാല് പിന്നെ ഇനി മരണം ഉണ്ടാവില്ല. അതുകൊണ്ട് അന്നത്തെ വരെ ആയുസ് ചോദിച്ചാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് ചോദിച്ചു, അള്ളാഹ് സ്വീകരിച്ചു. അള്ളാഹ് സ്വീകരിച്ചു. നമ്മളിപ്പോ ഇന്ന് നാളായിട്ട് നമ്മളെ കണ്ട് മരിച്ചു പോകും. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ പൂർവികർ എത്ര പേര് മരണപ്പെട്ടു പോയി, അള്ളാഹു ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ഇബ്ലീസ് ദ്വാരന്നിക്കാണ്, എനിക്ക് ആയുസ് നീട്ടിത്തരണം യൗമുൽ ബഅസ് വരെ, പുനർജന്മത്തിന്റെ നാള് വരെ. അല്ലാഹു തആല ആ ദുആ സ്വീകരിച്ചു. പക്ഷേ ഇബ്ലീസിനോട് പറഞ്ഞു, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അന്റെ ദുആ ഞാൻ സ്വീകരിക്കുന്നു. അൻത മിനൽ മുൻദരീൻ, നീ ആയുസ് നീട്ടി കിട്ടിയവരെ കൂട്ടത്തിൽ പെട്ടതാണ്. നിന്റെ ആയുസ് നീട്ടിത്തരാം. പക്ഷേ നീ ആവശ്യപ്പെട്ടതുപോലെ അത്ര കണ്ട് നീട്ടൂല. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം വരെ അത് നീട്ടിത്തരും. ഏതാണ് ആ ദിവസം? സൂറെന്ന കാളത്തിൽ ഒന്നാമത്തെ ഊത്തൂതുന്ന അതുവരെ അൻക്ക് ആയുസ് തരാം. ഇബ്ലീസ് മരിക്കണില്ല, അന്നേ മരിക്കുള്ളൂ. എന്ന്? ഖിയാമത്തിന്റെ നാളിന്റെ അന്ന്. അതുവരെ ഇബ്ലീസിന്റെ, നമ്മളെ വല്യപ്പാന്റെ ഒപ്പം ഉണ്ടതിന്, എമ്പാന്റെ ഒപ്പം ഉണ്ടതിന്, നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ മക്കളെ കൂടി ഒക്കെ ഉണ്ട്. അതിന് SIR-ന്റെ ഇതിനൊന്നും ബേജാറില്ലല്ലോ, ആധാറിന്റെ ഒന്നും ബേജാറൊന്നും ഇല്ലല്ലോ. ആയുസ് നീട്ടി കിട്ടിയിരിക്കണം ഇബ്ലീസിന്. ഖിയാമത്ത് നാള് വരെ ഇബ്ലീസ് ജീവിച്ചിരിക്കും. ഇത് അള്ളാഹ് ഇബ്ലീസിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തു എങ്കിൽ നമ്മളെ ദുആക്ക് അള്ളാഹു ഉത്തരം തരും. അള്ളാഹു നൽകുമാറാവട്ടെ. മനസ്സറിഞ്ഞ് ദ്വാരിക്ക. സ്വഹാബാക്കള് ദ്വാഇന്റെ വിഷയത്തിലൊക്കെ സ്വഹാബാക്കളൊക്കെ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചവരായിരുന്നു അവരെ ദ്വാഴക്ക. എന്നാൽ സ്വഹാബാക്കൾ വരെ അന്തം വിട്ട ചില ദ്വാ ഉണ്ടായിട്ടുണ്ട്. കിതാബിൽ കാണാൻ പറ്റും. സ്വഹാബാക്കൾ വരെ അത്ഭുതപ്പെട്ട ദുആ. അത് ആരുടെ ദുആ ആണ്? അയറാബികളുടെ ദുആ ആണ്. അയറാബികൾ പറഞ്ഞാല് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ ബതുക്കൾ എന്നൊക്കെ പറയില്ല. ഗ്രാമീണരായ സ്വഹാബാക്കള്. അവര് വരുമ്പോ സ്വഹാബാക്കൾക്ക് വലിയ ഇഷ്ടമാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് അയറാബികൾ വരുന്നത് തന്നെ. റസൂലുള്ളാഹിനോട് ലക്കും ലകാനും ഇല്ലാതെ ചോദിക്കും. സ്വഹാബാക്കളാകുമ്പോ അദബും ബഹുമാനൊക്കെ വെച്ച് വലിയ എന്തും ചോദിക്കും. അപ്പൊ എന്തും ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി അതിന് മറുപടി അങ്ങനെ പറയും. അപ്പോൾ സഹാബാക്കൾക്ക് കുറെ ഇൽമ് കിട്ടും. അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. എന്നാൽ എല്ലാ വിഷയത്തിലും ഇവരെ ഈമാൻ എങ്ങനെയായിരുന്നു? പക്കയായിരുന്നു. അറാബികൾ ഒരു സംഭവം കാണാൻ പറ്റും. സഹാബാക്കൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. കേട്ടാ നമ്മളും അന്തം വിട്ടു പോകും. ഒരിക്കലും ഒരു അറാബിയായ മനുഷ്യന് മൂപ്പരിങ്ങനെ ഒട്ടകപ്പുറത്ത് വരിക. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഒട്ടകത്തിനെ അവിടെ നിർത്തിയിട്ട് മൂപ്പര് നേരെ പള്ളിക്ക് കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു.
2 റക്അത്ത് നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് മൂപ്പര് ഇറങ്ങി നോക്കിയപ്പോ വണ്ടി കാണില്ല. വണ്ടി പറഞ്ഞാല് ഒട്ടകം കാണില്ല. നമ്മളിപ്പോ ഇവിടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറി നിസ്കരിച്ച് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മളെ വണ്ടി അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളാകെ ബേജാറാവൂലേ? ചെരുപ്പില്ലെങ്കിൽ തന്നെ മനുഷ്യൻ ബേജാറാകും. പടച്ചോനെ, സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. ഇയാള് എന്താ ചെയ്യണെന്നത്? ഇദ്ദേഹം പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തന്റെ വാഹനമാകുന്ന ഒട്ടകത്തിനെ കാണാതെയായപ്പോ സഹാബാക്കളോടൊന്നും ചോദിക്കണില്ല. അവിടെ ഉള്ളവരോട് ആരോടും ചോദിക്കില്ല. എൻ്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഒട്ടകം ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരോടും ചോദിച്ചിട്ടില്ല. യാ റബ്ബ്, പടച്ച റബ്ബിലേക്ക് അങ്ങ് ഉയർത്തിയിട്ട് കൈയും കൽബും കണ്ണും ഉയർത്തിയിട്ട് ആയ മനുഷ്യൻ പറയുന്നു, അദ്ദൈതു അമാനതക, ഞാൻ നിസ്കരിച്ചു റബ്ബേ, അത് ഞാനും നീയുമായി നിനക്ക് ഞാൻ വീട്ടേണ്ട എന്റെ അമാനത്തായിരുന്നു. ആ അമാനത്തിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. ഞാൻ ആ അമാനത്ത് വീട്ടിയിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ വഅൈന അമാനതി, വഅൈന അമാനതി, ഞാനിവിടെ നിർത്തിപ്പോയ എന്റെ ഒട്ടകത്തെ സംരക്ഷിച്ച് തരൽ നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എവിടെ എന്റെ ഒട്ടകം? മനസ്സ് തട്ടിയ ചോദ്യാണിത്. നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു ചോദ്യം കേട്ടാല് പൊട്ടൻ. ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കാല്ലേ, വേറെ ഇടയിൽ പരസ്യപ്പെടുത്താന്നല്ല. ഈ മനുഷ്യന്റെ ചോദ്യമാണ്, യാ റബ്ബ് അദ്ദൈതു അമാനതക, പടച്ചോനെ നീയുമായുള്ള എൻ്റെ അമാനത്ത് ഞാൻ വീട്ടി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി, ആ നിസ്കാരം കഴിഞ്ഞിറങ്ങി, പക്ഷെ എൻ്റെ വാഹനം കാണുന്നില്ല. വഅൈന അമാനതി, എൻ്റെ അമാനത്ത് എവിടെ? ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്, എവിടെ എൻ്റെ അമാനത്ത്? സ്വഹാബാക്കൾ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. കൂടുതൽ സമയം വൈകിയില്ല. അകലെ നിന്നൊരു മനുഷ്യൻ ഒട്ടകവുമായി വരുന്നു. കിതാബിൽ കാണാൻ പറ്റും, ആ ഒട്ടകവുമായി വരുന്ന മനുഷ്യന്റെ കയ്യിന്റെ ഭാഗത്ത് മുറിക്കപ്പെട്ടിട്ടുണ്ട്. കട്ടെടുത്ത ഒട്ടകത്തെ ആ കള്ളനായ മനുഷ്യൻ തിരിച്ചു കൊണ്ടുവരുന്നു. ആരാ കൈ മുറിച്ചത്? റബ്ബിനൊന്നും പ്രയാസമില്ലല്ലോ. മോഷ്ടാവിനെ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് അവന്റെ കൈവെട്ടണമെന്നാണല്ലോ നിയമം. ആ നിയമത്തിന് അനുസൃതമായ പ്രകടനം ഇവിടെ ഈ അഅ്റാബിയും സഹാബാക്കളും കാണുന്നു. ആ അഅ്റാബി ആ ഒട്ടകത്തെ സ്വീകരിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഒട്ടകത്തെയും കൊണ്ട് അദ്ദേഹം പോകുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല എന്റെ ദുആ, ഞാൻ എത്ര വലിയ മനുഷ്യനാണ്, ഈ മടിപ്പും ഈ മേനിയും ഒന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അല്ലാഹു അവരെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഞാനിത് പറഞ്ഞത് മനസ്സറിഞ്ഞ് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹ്. അതുകൊണ്ട് ഈ റമളാൻ ദുആഇന്റെ മാസമാണ്. റമളാനിലെ ദുആ അത് നമുക്കൊരു സൗന്ദര്യമാണ്. റമളാനിൽ ഒരു സൗന്ദര്യമാണ്. കഴിയുന്ന രൂപത്തിൽ ദുആ ചെയ്യുക. ചെയ്യപ്പെടുന്ന ദുആഇന് മനസ്സറിഞ്ഞ് ആമീൻ പറയുക. ഏത് സമയത്താണ് റബ്ബ് ഖബൂലാക്കുക എന്ന് പറയാൻ വയ്യ. മുഅ്മിനീങ്ങൾ ഒരുപാട് കൂടിയ ഒരു സദസ്സ്, ആ സദസ്സിൽ വെച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ദ്വാരക്കുമ്പോ ആ ദുആക്ക് എന്തായാലും ഇജാബത്ത് ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ ഒരു 100 ആളാണോ കൂടിയത്, നമ്മുടെ കൂടെയൊക്കെ 2 മലക്കുകളുണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആ 2 മലക്കുകളാവുമ്പോ 200 മലക്കുകളായി. ഇൽമിന്റെ സദസ്സിൽ വരുന്ന മലക്കുകൾ വേറെയുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടി നിൽക്കുന്ന മലക്കുകളുടെ എണ്ണം നമുക്കറിയൂല. നമ്മൾ ദുആ ചെയ്യുമ്പോ യാ റബ്ബ് എന്ന് മലക്കുകൾ പറയുമ്പോ, ആമീൻ മലക്കുകൾ ചൊല്ലുമ്പോ ആ ദുആ അങ്ങ് സ്വീകരിച്ചാലോ. അല്ലാഹുവേ ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞാൻ ഇന്ന് ജുമുഅക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മുടെ മഹല്ലിൽപ്പെട്ട ഒരു സഹോദരന്റെ സങ്കടത്തോടുകൂടെ എന്നെ വിളിച്ചു. ഉസ്താദേ, എനിക്ക് സുഖമില്ലാതെയായിട്ട് 5-6 മാസമായി ഞാൻ കിടപ്പിലാണ്.
എൻ്റെ ഭാര്യക്ക് തലക്കൊരു മുഴ വന്നിട്ട് അവളും വല്ലാതെ പ്രയാസത്തിലാണ്. എൻ്റെ മക്കൾക്ക് സുഖമില്ല, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിലാണ്, ഇന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അല്ലാ നീ ശിഫ നൽകണം റഹ്മാനെ, സലാമത്ത് കൊടുക്കണം റഹ്മാനെ. ആ സഹോദരിയുടെ ഓപ്പറേഷൻ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. നമ്മൾ ദ്വാരക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ജുമുഅന്റെ ശേഷം നമ്മൾ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ ഇവിടെ നീറ്റിക്കണ ഒരാളായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറയുന്നു എന്ന് മാത്രം. പറയുന്ന എന്നെക്കാൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങൾ നമ്മളെ മജ്‌ലിസിലുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ ദ്വാരക്കുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് സഹോദരന്മാര് ജുമുഅന്റെ ശേഷം കിട്ടിയ ആ ദുആ കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല വെള്ളിയാഴ്ച ഇഷ്ടപ്പെട്ടവനാണല്ലോ. വെള്ളിയാഴ്ചയിൽ അള്ളാഹിന്റെ വിളി കേട്ട് പള്ളിയിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദുആ ഒക്കെ കബൂലാക്കുമാറാവട്ടെ. ആ ദുആഇന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്യുക, ദുആഇന്റെ ആദാബുകൾ പാലിക്കുക, ഇതൊക്കെ വേണ്ടതാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മുടെ സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ പുറത്ത് ബക്കറ്റുമായി കാത്തുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയും വേറെയും ഉണ്ടാകും, പിന്നെയും വേറെ ഉണ്ടാവും. റമളാനാവുമ്പോ ഇത് തന്നെ പണി എന്ന് മുത്തുനബി പറഞ്ഞതാണ്. നമ്മൾ കൊടുക്കുക, മനസ്സറിഞ്ഞു കൊടുക്കുക. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മൾ കൊടുക്കുന്നത് ഒരു 10 രൂപയായിരിക്കും. ആ 10 രൂപ കൊണ്ട് എത്ര വലിയ ഉപകാരം നടക്കും. നമ്മളെ കയ്യിൽ ആ 10 റുപ്യ ഒരു പക്ഷേ നമ്മൾ ഈ സദഖ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് നമ്മൾ ചെലവഴിക്കും. ഈ ഒരു നന്മയിലേക്ക് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ അത് വലിയ ഉപകാരമായി തീരും. അല്ലാഹു റമളാനിൽ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പരിശുദ്ധമായ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് റമളാനിലെ നോമ്പ്. എങ്ങനെയാണ് നോൽക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു നോൽക്കുന്ന നോമ്പുകളൊക്കെ കബൂലാക്കുമാറാവട്ടെ.